ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് എസ്3ക്കകത്തിരിക്കുന്ന ബക്കറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിരുന്നു അല്ലേ? നമ്മൾ AWSന്റെ കൺസോൾ വെച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ AWSന്റെ അകത്തിരിക്കുന്ന CLI അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് S3 ബക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കൺസോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് മാത്രമാണ്. നോർമലി നമ്മളുടെ ഒരു എൻ്റർപ്രൈസ് പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഇതേപോലെയുള്ള CLIയും അങ്ങനെയുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം എല്ലായ്പ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന CLI യൂസ് ചെയ്ത് CLI പോലെയുള്ള കാര്യങ്ങളാണ് CDK അല്ലെങ്കിൽ CLI ക്ലൗഡ് ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ CLI എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഓട്ടോമേഷൻ ചെയ്യാനുള്ള AWSന്റെ അകത്തിരിക്കുന്ന റിസോഴ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് CLI എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പം അതും കൂടി കൂടുതൽ ഫെമിലിയർ ആയിരിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് CLI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കുറേ കമാൻഡ്സ് ഉണ്ട്. നമ്മൾ കുറച്ച് കമാൻഡ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അത് കൂടാതെ നമുക്ക് CLI വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗുണം കൂടെ ഉള്ളത്, നമ്മൾ കഴിഞ്ഞ വട്ടം കൺസോൾ വെച്ച് നോക്കുന്ന സമയത്ത് പ്രിഫിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് കറക്റ്റായിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ CLI വെച്ച് നോക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇതാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? നമ്മൾ നേരെ കൺസോളിൻ്റെ അകത്ത് പോകുന്നു. ഇവിടെയായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നമുക്കിപ്പം യാതൊരുവിധ ബക്കറ്റുകളും ഇല്ല. നമ്മളുടെ റീജിയൻ മുംബൈ ആണ്. ബക്കറ്റ് ഒന്നും ക്രിയേറ്റഡ് അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CLI വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് CLI കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ മെഷീൻ്റെ അകത്ത് CLI ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് AWS വേർഷൻ എന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേർഷൻ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ മെഷീൻ്റെ അകത്ത് AWS ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ആക്സസ് കീയും കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആക്സസ് കീ എന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിൻ പ്രിവിലേജ് ഉള്ള യൂസറിൻ്റെ, അതായത് റെനീഷ് IAM എന്ന് പറയുന്ന യൂസറിൻ്റെ ആക്സസ് കീ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? ആ യൂസർക്ക് S3 ചെയ്യാനുള്ള പെർമിഷൻസ് എല്ലാം നമ്മൾ പോളിസിയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അതുകൊണ്ട് നമ്മളിപ്പം CLIക്കകത്ത് S3ക്കകത്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സക്സസ് ആവും. അഥവാ ഇവിടെ ഇരിക്കുന്ന ആക്സസ് കീ ആ യൂസറിൻ്റെ അകത്ത് S3 ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കത് ഓപ്പറേഷൻ, അതായത് CLI യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഞാനൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമാൻഡ് എന്ന് പോകാം. ആദ്യത്തെ കമാൻഡ് പോകുന്നതിന് മുന്നേ നമ്മൾ മുമ്പ് CLI യൂസ് ചെയ്തിട്ട് വേറെയും കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. IAMൻ്റെ അകത്തും EC2ൻ്റെ അകത്ത് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ CLI വെച്ചിട്ട് എങ്ങനെയാണ് കമാൻഡ്സുകൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. AWSൻ്റെ ഒരു വെൽ ഡോക്യുമെൻറ്റഡ് സാധനം ഇതിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് വെബ് പേജ് എന്ന് പറയുന്നത് ഇതാണ്. S3യുടെ വെബ് പേജ് ആണ് ഇരിക്കുന്നത്. CLI കമാൻഡാണ്. ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം ഇതിൻ്റെ അകത്താണ് ഏതൊക്കെ കമാൻഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്, S3യുടെ റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ കമാൻഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇന്ന് ഫെമിലിയർ ആവാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ S3യുടെ കേസിൽ നമ്മൾ മുമ്പ് IAM അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയ സമയത്തുള്ള CLIക്കകത്ത് നിന്ന് S3യുടെ കേസിൽ കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ S3ക്ക് 2 അല്ലെങ്കിൽ മെയിൻലി 2 കൈൻഡ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. 2 ഗ്രൂപ്പ് ഓഫ് കമാൻഡ് എന്ന് വേണം നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് S3 എന്ന് ഡയറക്റ്റ്ലി പറയുന്ന കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് S3 API എന്നാണ് ആ ഒരു കമാൻഡ് സെറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ S3 എന്ന് പറയുന്നത് അത് നോർമലി ഒരു സെറ്റ് ഓഫ് ഹൈ ലെവൽ S3 കമാൻഡ്സ് എന്നാണ് പറയുന്നത്. അതായത് നോർമലി നമുക്ക് ഒരുപാടൊന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയില്ലെങ്കിൽ കൂടി S3ക്കകത്തിരിക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന കമാൻഡാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? S3 എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കൂടി മേ ബി നിങ്ങൾക്ക് ചിലപ്പം
ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് S3യുടെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് ഈ കുറച്ചും കൂടെ ഹൈ ലെവലിൽ ഇരിക്കുന്ന, അതായത് കുറച്ചും കൂടെ നമ്മളുടെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടിരിക്കുന്ന കമാൻഡുകൾ ഒന്നുമില്ലാതെ, അല്ലെ, നമ്മൾ നോർമലി കമാൻഡ്സുകൾ എന്തായിരിക്കും, കുറേ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ കൊടുത്ത് പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേക്ക് ഒരു ഹൈ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ കൊടുക്കേണ്ടുന്ന ആർഗ്യുമെന്റ്സിനെയൊക്കെ കുറച്ചിട്ട് അതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ കുറച്ചിട്ടിരിക്കുന്ന AWS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമാൻഡിൻ്റെ സെറ്റാണ് ഈ S3 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്നത്. ഇനിയിപ്പം S3 API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ കണ്ടിരുന്നു അല്ലേ, ഇത്രയും കമാൻഡ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. വളരെ കുറച്ച് കമാൻഡ്സുകൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഡേ ടു ഡേ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഇരിക്കുന്ന കമാൻഡ്സ് മാത്രമേ ഉള്ളൂ. നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പം S3 APIയിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കമാൻഡ്സ് കാണാം. ഇത് നോർമലി നമ്മൾ CLIക്ക് അകത്ത് വരുന്ന വേറെ സർവീസുകളിലൊക്കെ വരുന്നത് പോലെയുള്ള കമാൻഡ്സ് ആണ്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ലോ ലെവലിൽ ഇരിക്കുന്നതാണ്. അതായത് നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വച്ചിട്ട് ചെയ്യുമ്പം, അതായത് API യൂസ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ ആർഗ്യുമെൻറ്റ്സും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ 2 കൈൻഡ് ഓഫ് യൂസേഴ്സ് ആണ് നോർമലി ഈ പറഞ്ഞിരിക്കുന്ന S3 എന്ന് പറയുന്ന സെറ്റ്, CLIയുടെ സെറ്റ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ S3 API എന്ന് പറയുന്ന സെറ്റ് യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അകത്തിരിക്കുന്ന എക്സ്പെർട്ടൈസ് പോലെയായിരിക്കും. നിങ്ങളൊരു പ്രോഗ്രാമറൊക്കെ ആണെങ്കിൽ നോർമലി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ, ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റും. അതായത് മൈന്യൂട്ട് ആയിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് വരെ മോഡിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ S3 വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോകാം. കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് നമുക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് ഇതാണ്, AWS S3. ഈ ഫോർമാറ്റൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. AWS എന്ന് പറയുന്ന കമാൻഡ് എല്ലാത്തിനും വേണം. അത് കഴിഞ്ഞിട്ട് സർവീസ് ഏതാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരണം. ഇവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് സർവീസ് എന്ന് പറയുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട്, കാരണം 2 സെറ്റ് ഓഫ് ഉള്ളത് കൊണ്ട് ബേസിക്കലി ആ സർവീസിൻ്റെ അകത്തിരിക്കുന്ന ഏത് സെറ്റാണ് എന്നുള്ളതായിരിക്കും. അതായത് S3 എന്ന് പറയുന്ന ഈ ഒരു സെറ്റ്, ഇവിടെ ഇരിക്കുന്ന സെറ്റാണെങ്കിൽ നമ്മളിവിടെ പറയേണ്ടത് S3 എന്നായിരിക്കും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ S3 API എന്നായിരിക്കും പറയുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, അതായത് മേക്ക് ബക്കറ്റ് MB എന്ന് പറയുന്ന കമാൻഡിനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ MB എന്ന് പറയുന്നത് S3 എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ S3 എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തത്. ഞാൻ കുറച്ചും കൂടെ വലുതാക്കാം. ഓക്കെ, ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മതി. എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബക്കറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കണം, അല്ലേ? അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു ബക്കറ്റ് നെയിം ആയിരിക്കണം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അത് കൊടുക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ്, S3 :// നിങ്ങൾക്ക് ഏത് ബക്കറ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ നെയിം ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കൺസോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മളിവിടെ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബക്കറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം വേറൊരു റീജിയനിലാണ് നമുക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇതിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് റീജിയനിലായിരിക്കും? നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടിരിക്കുന്ന റീജിയനിലായിരിക്കും. നമ്മൾ CLI കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് വെച്ച ഡിഫോൾട്ട് റീജിയനിലായിരിക്കും. ഓക്കെ, എന്ന് പറയുന്നത് നമ്മളുടെ മുംബൈ ആയിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് മുംബൈയിൽ തന്നെ ക്രിയേറ്റ് ആയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു റീജിയനിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെ സെയിം ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കമാൻഡിൻ്റെ സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം, __ റീജിയൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീജിയൻ്റെ പേര് കൊടുക്കാം. ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പുതിയതായിട്ടൊരു ബക്കറ്റ് ഉണ്ടാക്കും. ആ ബക്കറ്റ് ഉണ്ടാക്കുന്ന എവിടെയായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന US West 1 എന്ന് പറയുന്ന റീജിയനിലായിരിക്കും. നമുക്കൊന്ന് എടുത്തു നോക്കാം ക്രിയേറ്റ് ആയിട്ടുണ്ടോയെന്ന്. US West 1 എന്ന് പറയുന്നത് കാലിഫോർണിയ ആണ്. ഓക്കെ, കാലിഫോർണിയ ഒന്ന് ചൂസ് ചെയ്ത് നോക്കുന്നു. റീജിയൻ മാറ്റുകയാണ്.
ലോഡ് ചെയ്യുന്നുണ്ട്. ആ. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബക്കറ്റാണ്. ഓക്കെ. ആഹ്, ഇവിടെ എല്ലാം ഡിസ്പ്ലേ ആയി വരിക. നമ്മളിവിടെ റീജിയൻ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് തിരിച്ചൊന്ന് നമുക്ക് മുംബൈയിലേക്ക് തന്നെ പോവാണ്. ഇവിടെ S3യുടെ ഒരു ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റീജിയണിൽ ഇരിക്കുന്ന സാധനങ്ങളും ലിസ്റ്റ് ആയിട്ട് വരും. അവിടെ ക്രിയേറ്റ് ബക്കറ്റ് വരുന്ന സമയത്ത് മാത്രമേ നമ്മളിത് മാറ്റേണ്ട കാര്യമുള്ളൂ ട്ടോ ആക്ച്വലി ഇവിടെ റിഫ്രഷ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ 2 റീജിയണിൻ്റെ അകത്ത് നമ്മൾ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് AP സൗത്ത് 1ൻ്റെ അകത്തും അടുത്തെന്ന് പറയുന്നത് US വെസ്റ്റ് 1ൻ്റെ അകത്തും 2 ബക്കറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പം ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണ് തൽക്കാലത്തേക്ക്. കുറച്ച് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഡിലീറ്റ് ചെയ്യാൻ എടുക്കുന്നു. ഡിലീറ്റ് ബക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ. അപ്പം അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പം അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ അക്കൗണ്ടിൻ്റെ പർട്ടിക്കുലർ റീജിയണിൻ്റെ അകത്തിരിക്കുന്ന ഏതൊക്കെ ബക്കറ്റുകളാണ് എന്ന് അറിയേണ്ട ഒരു ഇൻഫർമേഷൻ ഒരു കാര്യം വരും അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ് എന്ന് പറയുന്നത് ls എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ AWS S3 സെയിം തന്നെ കമാൻഡ് മാത്രമാണ് ഞാനിവിടെ മാറ്റി കൊടുക്കുന്നത്. ls അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അകത്തിരിക്കുന്ന ബക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു 1000 ബക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ 1000 എണ്ണം ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും. നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം റിമൂവ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഓപ്ഷൻ ഉണ്ട്. ഇത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബക്കറ്റ് റിമൂവ് ആയി കിട്ടും. ഓക്കെ. റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ബക്കറ്റ് പോയിട്ടുണ്ട്. ബക്കറ്റ് പോയതുകൊണ്ടാണ് ഈ സ്ക്രീനിലോട്ട് വന്നത്. ജനറൽ പർപ്പസ് ബക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബക്കറ്റും ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യം ഉള്ളത് നമ്മൾ കഴിഞ്ഞ വട്ടം തന്നെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അത് ഡിലീറ്റ് ചെയ്യുന്നത് സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ബക്കറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ ഇത് വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എറർ അടിച്ചിട്ടാണ് വരിക. വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്കൊന്ന് എങ്ങനെ നമുക്ക് ഒരു ഇത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ. അപ്പം അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു മിനിറ്റ്. അതിന് മുന്നേ നമുക്ക് ബക്കറ്റ് നമ്മളുടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു ബക്കറ്റ് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഒബ്ജക്റ്റിനെ അപ്ലോഡ് ചെയ്യണം. ഒബ്ജക്റ്റിനെ അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കും? നോർമലി നമ്മളുടെ ലോക്കൽ മെഷീൻ്റെ അകത്ത് നിന്നായിരിക്കും. നമ്മളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൽ നിന്നായിരിക്കണമല്ലേ നമുക്കൊരു ഫയൽ S3ക്കകത്തേക്ക് ലോഡ് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കോപ്പി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഫയൽ ഇരിക്കുന്നത് ആ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എങ്ങോട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം എൻ്റെ ലോക്കൽ ഫോൾഡറിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന puppy.png എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഫയലുണ്ട്. അപ്പം ഈ ഫയലിനെയാണ് നമ്മളുടെ S3 ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഈ കമാൻഡ് അടിച്ചിട്ട് എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. എൻ്റർ അടിക്കുന്ന സമയത്ത് അവൻ നമ്മളുടെ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം ഇവിടെ പോയിട്ട്. നമ്മളുടെ ബക്കറ്റ് ഇവിടെയുണ്ട്. ആ ബക്കറ്റിൻ്റെ അകത്ത് ഈ puppy.png എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന നമ്മളുടെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് CLI വെച്ചിട്ട് നമുക്ക് ബക്കറ്റിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇവിടെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്തൊരു കണ്ടന്റ് ഉണ്ട് അല്ലേ? അപ്പം ഈ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവൻ ഇങ്ങനെയൊരു എറർ അടിക്കും. അതായത് ഓൾറെഡി ആ ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റുകളെ എംപ്റ്റി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ബക്കറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവൻ എറർ അടിച്ചത്. ഇതിൻ്റെ അകത്ത് കണ്ടൻസ് ഉണ്ട്. ആദ്യം നിങ്ങൾ എംപ്റ്റി ചെയ്യൂ. അതിനുശേഷം എംപ്റ്റി ആയിട്ടിരിക്കുന്ന ബക്കറ്റിനെ മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം ഒന്ന് എംപ്റ്റി ചെയ്താൽ മതി. എംപ്റ്റി ചെയ്തതിന് ശേഷം നമുക്ക് ആ ബക്കറ്റിനെ വേണേൽ ഡിലീറ്റ് ചെയ്യാം. അതിന് എംപ്റ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ. അപ്പോൾ കൺസോൾ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് പഠിച്ചിരുന്നല്ലോ അല്ലേ? റിമൂവ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം. അപ്പം ഞാനിവിടെ ഈ റിമൂവ് ബക്കറ്റ് ഇപ്പം നേരത്തെ നമ്മൾ റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് കണ്ടൻസ് അതായത് ഒബ്ജക്റ്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഡിലീറ്റ് ആയി പോയതാണ്. അപ്പം നമ്മളിപ്പം ഒബ്ജക്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ഈ സെയിം കമാൻഡ് യൂസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവനും എറർ അടിക്കും. അതായത് കൺസോളിൽ നമ്മൾ ബക്കറ്റ് കണ്ടൻറ്റ് അതായത് ഒബ്ജക്റ്റുകളുള്ള ബക്കറ്റ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പം എറർ അടിച്ചതുപോലെ തന്നെ CLIക്കകത്തും നമ്മൾ ഒബ്ജക്റ്റുകൾ ഉള്ള ബക്കറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ അടിക്കും. ആ എററാണ് ഇവിടെ വന്നിരിക്കുന്നത്. എറർ ഒക്കെയുടെ ബക്കറ്റ് നോട്ട് എംപ്റ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ള സമയത്ത് CLI വച്ചിട്ട് നമുക്ക് അതായത് ഒബ്ജക്റ്റുകളെ അടക്കം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് കൊടുത്താൽ മതി. ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടൻസിനെയും അടിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഈ ബക്കറ്റിനെയും റിമൂവ് ചെയ്യും. ഇവിടെ കണ്ടില്ലല്ലേ? 2 ആക്ഷൻ നടന്നു. എന്താണ് ആദ്യത്തെ ആക്ഷൻ? ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകളെ അടിച്ചു കളഞ്ഞു. അതിനുശേഷം ബക്കറ്റ് റിമൂവ് ചെയ്തു. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഓപ്ഷൻസ് യൂസ് ചെയ്യേണ്ടത്. ഓരോരോ കമാൻഡിൻ്റെയും കൂടെ വരുന്ന ഇതുപോലുള്ള ഓപ്ഷൻസ് ആണ്. അപ്പം നിങ്ങൾ നേരെ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം ഓരോരോ കമാൻഡും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ റിമൂവ് ബക്കറ്റ് എന്നാണ് അല്ലേ? അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇതാക്കിയത്. അപ്പം ഈ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റേഷൻ വന്ന് നോക്കിയിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ആ പർട്ടിക്കുലർ ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പം നമുക്കിനിയിപ്പം അടുത്തത് നോക്കേണ്ടത് സിങ് എന്ന് പറയുന്ന കമാൻഡാണ്. അതായത് നമുക്കിപ്പം ഒരു തവണ കൂടി നമുക്കൊന്ന് ബക്കറ്റ് ഉണ്ടാക്കാം. ഞാൻ ഒരു തവണ കൂടി ബക്കറ്റ് ഉണ്ടാക്കുകയാണ്. സെയിം ബക്കറ്റ് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്കിപ്പം നമ്മളുടെ കയ്യിലൊരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെയൊരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെയൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സബ് ഫോൾഡർ ഉണ്ട്. ഇവിടെ ഫോട്ടോസ് 2 എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്. അതിൻ്റെ അകത്ത് 2 സബ് ഫോൾഡേഴ്സ് ഉണ്ട്. പെറ്റ്സ്, ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അത് ഞാൻ ഡീറ്റെയിൽഡിലോട്ടൊന്ന് മാറ്റുന്നു. കുറച്ചും കൂടെ പെറ്റ്സ്, ട്രിപ്സ് എന്ന് പറയുന്ന 2 ഫോൾഡേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഇമേജസും ഉണ്ട് അല്ലേ? അപ്പം നോർമലി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് അതേപടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഓരോരോ ഒബ്ജക്റ്റുകളായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ നീ എല്ലാം പിടിച്ചിട്ട് അവൻ നേരെ നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യും. ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡാണ്. ഓക്കെ. സിങ്ക് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കമാൻഡ് S3 സിങ്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് ഏത് ഫോൾഡറാണ് എന്നുള്ള കാര്യമാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫോട്ടോസ് -2 എന്ന് പറയുന്ന ഫോൾഡറാണ്. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് നമ്മളുടെ ഏത് ബക്കറ്റിലോട്ടാണ് പോവേണ്ടത്. റെനീഷ് എന്ന് പറയുന്ന ബക്കറ്റ്. ഇത് കഴിഞ്ഞടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പിടിച്ചിട്ട് അവൻ റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യും. ഓക്കെ. നമുക്ക് നോക്കി നോക്കാം. സിങ്ക് ചെയ്യുന്നു.
ആ അവൻ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് വച്ച സമയത്ത് 2 ഒബ്ജക്റ്റുകളെയാണ് അവൻ അവിടേക്ക് അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു പ്രിഫിക്സ് എന്ന് പറയുന്ന കാര്യം ഇവിടെ വരും. അതായത് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഫോൾഡർ ഉണ്ട്. ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഫോൾഡർ ഉണ്ട്. പക്ഷേങ്കില് S3ക്കകത്തേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊരു കാര്യം വരത്തില്ല. അപ്പം എങ്ങനെയായിരിക്കും അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് നോക്കി നോക്കാം. നേരെ എടുത്തിട്ട് നമ്മളുടെ ഇവിടെ പോയിട്ട് റിഫ്രഷ് ചെയ്യാം. റിനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ബക്കറ്റ് എടുത്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ 2 എല്ലാ സാധനങ്ങളും അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ കീ പിടിച്ചിട്ട് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു കീ കൂടി ആഡ് ചെയ്തിട്ടാണ് അവൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തെ സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ വിൻഡോസിൻ്റെ അകത്ത് ഫോൾഡർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കോൺസെപ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിനെ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ ഈ ഒരു സാധനത്തിനെ നമ്മൾ അടിച്ച് കളയാണെന്ന് വിചാരിക്കാം. ട്രിപ്സ് അടിച്ച് കളഞ്ഞു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസ് 2ൻ്റെ അകത്ത് ഇപ്പം എന്താ ഉള്ളത്? പെറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു സാധനമുണ്ട്. ഈ ഒരു മൊമെന്റിലാണ് നമ്മൾ ഒന്നും കൂടി സിങ്ക് വിളിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫയലിനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ട്രിപ്സ് എന്ന് പറയുന്ന സാധനം ഒന്ന് അടിച്ച് കളഞ്ഞു. ഓക്കെ. നമുക്ക് ട്രിപ്സിൻ്റെ ഉള്ളിലായിരുന്നു നേരത്തെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നേരിട്ടിട്ട് ആ ഫോട്ടോസ് 2ൻ്റെ അകത്തേക്ക് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ സിങ്ക് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളുടെ ഫോട്ടോസ് നമ്മളുടെ ഈ ഒരു ഫോൾഡർ ബക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി പെറ്റ്സ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന അതിൻ്റെ അകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഫയലിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയിലോട്ട് മാറി അല്ലേ? അപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ മൊമെന്റിലാണ് ഞാൻ വീണ്ടും സിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ സിങ്ക് എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത സമയത്ത് ഇവൻ ഒരു അപ്ലോഡ് മാത്രമേ നടന്നിട്ടുള്ളൂ അല്ലേ? ഇവിടെ ഇപ്പം നമ്മളുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെറ്റ്സ് ട്രിപ്സ് മീ ഡോട്ട് png അതായത് 2 ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് പെറ്റ്സ് ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പ്രിഫിക്സിൻ്റെ അകത്തിരിക്കുന്ന 2 ഒബ്ജക്റ്റുകളും അവിടെ തന്നെയുണ്ട്. ട്രിപ്സിൻ്റെ അകത്തിരിക്കുന്ന ഒബ്ജക്റ്റും അവിടെ തന്നെയുണ്ട്. പുതിയതായിട്ട് അവൻ മീ ഡോട്ട് png എന്ന് പറയുന്ന കാര്യം കൂടി ആഡ് ചെയ്തു. പക്ഷേങ്കിൽ ഇവിടെ ഇപ്പം ആ രീതിയിലല്ല ഇരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവൻ അടിച്ച് കളഞ്ഞു. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? ഡിലീറ്റ് ചെയ്ത ആ സാധനം റിഫ്ലക്റ്റ് ആവത്തില്ല സിങ്ക് ചെയ്യുന്ന സമയത്ത്. സിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കമാൻഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവൻ സിങ്ക് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് അപ്ലോഡ് ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? മീ ഡോട്ട് png എന്ന് പറയുന്ന സാധനം നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടു അല്ലേ? ട്രിപ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പുറത്തോട്ടാണ് എടുത്തിട്ടത്. എന്നിട്ട് നമ്മൾ ട്രിപ്സ് എന്ന് പറയുന്ന ഫോൾഡർ അടിച്ച് കളയായിരുന്നു. അപ്പോൾ ഇവിടെ മീ ഡോട്ട് png പുതിയതായിട്ട് വന്നതാണ്. അതിനെ പിടിച്ച് അവൻ അപ്ലോഡ് ചെയ്തു. പക്ഷേങ്കിൽ ട്രിപ്സ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തിരിക്കുന്ന മീ ഡോട്ട് png എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ അവൻ ഡിലീറ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൻ പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ അതിനെ ആഡ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഓൾറെഡി ഇരിക്കുന്നതിനെ ഡിലീറ്റ് ചെയ്യത്തില്ല. ഓക്കെ. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് സിങ്ക് ചെയ്യുന്ന സമയത്ത്. ഈ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വച്ചിട്ട് നമ്മൾ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എക്സാക്ട്ലി എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറിൽ ഹൈറാർക്കിയിൽ, അതായത് പ്രിഫിക്സ് ഒക്കെ വെച്ചിട്ടിരിക്കുന്ന ഒരു ഹൈറാർക്കിയിൽ ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് അവൻ ഒബ്ജക്റ്റുകളെ ഉണ്ടാക്കി തരും. നമുക്ക് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ എടുക്കുക. ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫിക്സ് അടിച്ച് കളയാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ പ്രിഫിക്സിൻ്റെ അകത്ത് ട്രിപ്സ് എന്ന് പറയുന്ന പ്രിഫിക്സിൻ്റെ അകത്തിരിക്കുന്ന മീ ഡോട്ട് pngനെ അടിച്ച് കളയുക എന്നുള്ളതായിരിക്കും ചെയ്യുന്നത്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം നമ്മളുടെ ലോക്കൽ ഫോൾഡറും ഇവനും സിങ്ക് ആയിട്ടുണ്ടാവും. അതായത് ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ടാവും. അതാണ് സിങ്കിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഐഫൺ ഡിലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് യൂസ് ചെയ്യാതെ കോൾ ചെയ്താലും ഉള്ള ഒരു ഡിഫറൻസ്. ഓക്കെ.
ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിങ്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡാണ്. കാരണം മിക്കവാറും സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ ലോക്കൽ ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യലായിരിക്കും വരുന്നത് അല്ലേ. അപ്പം ഓരോന്നിനും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് വേറെ വഴിയുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ CP കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. പക്ഷേ ആ CP കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ തവണ CP കമാൻഡ് വിളിക്കണം. അതിനും നല്ലത് നമുക്ക് സിങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി 2 ഫോൾഡറേയും സിങ്ക് ചെയ്തോളും. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയും അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടിരിക്കുന്ന കുറച്ച് കമാൻഡുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് S3 APIക്ക് അകത്തിരിക്കുന്ന അതായത് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഒക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെയും കിട്ടും. നമ്മൾ കോഴ്സ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ CLI എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മൾ കുറച്ച് കമാൻഡുകളും കാര്യങ്ങളും എല്ലാം എഴുതുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന S3 APIക്ക് അകത്തിരിക്കുന്ന കമാൻഡുകളെ യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനിഷ്യലി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന S3 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡുകളായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. സിമിലർ വേ ആണ്. കുറച്ചും കൂടെ കൂടുതൽ പാരാമീറ്റേഴ്സ് നമ്മളായിട്ട് തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പാരാമീറ്റർ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് അതൊരു കുറച്ചും കൂടെ കോംപ്ലക്സ് ആയി മാറുന്നത്. ഓക്കെ. ഇനി നമുക്ക് പ്രിഫിക്സ് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം അല്ലേ. നമുക്ക് പ്രിഫിക്സ് ആയിരുന്നു നമ്മൾ കൺസോൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് പ്രിഫിക്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ പ്രിഫിക്സ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഒരു ഫോൾഡർ സ്ട്രക്ചർ നമുക്ക് ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ രീതിയിലിരിക്കുന്ന ഒരു ഫോൾഡറാണ് ഞാനിവിടെ സിങ്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് കാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഫയലുണ്ട്. ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. അതായത് ഹൈറാർക്കിക്കലി ഞാനിവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് മൺസൂൺ നമ്മൾ സബ് ഫോൾഡർ വെച്ചിട്ട് നമ്മൾ വിൻഡോസിൻ്റെ അകത്തൊക്കെ നോർമലി ഒരു ഹൈറാർക്കി ഉണ്ടാക്കിയിട്ടാണല്ലോ അല്ലേ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ സിങ്ക് ചെയ്യാൻ പോകുന്നത്. AWS എന്ന് പറയുന്ന കമാൻഡ്, S3 എന്ന് പറയുന്ന കമാൻഡ്, അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് സിങ്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമ്മൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് ഇവനെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലേ. അപ്പം നമുക്ക് S3ക്കകത്തിരിക്കുന്ന റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ബക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് സിങ്ക് ചെയ്യാം. സിങ്ക് എന്ന് പറയുന്ന കമാൻഡ് വിട്ടുപോയേ. സിങ്ക് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ. നമുക്കൊന്ന് സിങ്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി കൊടുക്കുന്നു. ഓക്കെ. ഇപ്പം എന്താ സംഭവിക്കുക, നമ്മളുടെ ഈ ഫോൾഡറിനെ അവൻ അങ്ങോട്ട് എടുത്തിട്ട് സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ഹൈറാർക്കിയിലേക്കാണ് നമ്മൾ കാര്യങ്ങളെ വന്നിരുന്നത്. ഇനി ഇങ്ങോട്ട് നമ്മളുടെ S3 ബക്കറ്റ് വരുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് പെറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇവിടെ ഇത് ഫോൾഡർ ആണ് എന്നുള്ളത് മാത്രമാണ്. ബേസിക്കലി അത് ഫോൾഡർ അല്ല, പ്രിഫിക്സ് ആണ്. അവൻ അങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഞാനൊന്ന് വീണ്ടും പറയുന്നതേ ഉള്ളൂ. അതിനുശേഷം കാറ്റ്സിൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ആ ഒബ്ജക്റ്റിൻ്റെ കീ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രിഫിക്സ്, അത് കഴിഞ്ഞിട്ട് കാറ്റ്സ് എന്ന് പറയുന്ന അടുത്ത പ്രിഫിക്സ്, അത് കഴിഞ്ഞിട്ടാണ് ഇത് 2 പ്രിഫിക്സുകളെയും കൂടെ കൂട്ടിയിട്ടാണ് അവൻ cat_1.jpg എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. ഈ പെറ്റ്സും കാറ്റ്സും പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിച്ചു. അവൻ ഫോൾഡർ ആയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ പ്രിഫിക്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ പെറ്റ്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെ അകത്തുള്ള ഈ puppy.pngൻ്റെ അകത്ത് എന്തായിരിക്കും, പെറ്റ്സ്. നേരത്തെ കാറ്റ് ആയിരുന്നെങ്കിൽ ഇവൻ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം ചെയ്തിരിക്കും. അപ്പം ഇത് എവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രിപ്സിൻ്റെ അകത്തിരിക്കുന്ന സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും ആ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കീ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പം ഈ കീ കൊടുത്തത് എങ്ങനെയായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ഇവിടെ വരുന്ന സമയത്ത് നമ്മളുടെ S3ക്കകത്ത് ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതായത് നമ്മൾ വിൻഡോസിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് നമുക്ക് പെറ്റ്സ് ഒരു റെനീഷ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് പെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഡോഗ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഫയലുണ്ട്. അപ്പം ഇവിടെ മൾട്ടിപ്പിൾ സാധനങ്ങളാണ് വരുന്നത് അല്ലേ. ബക്കറ്റിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ആകെ 5 ഐറ്റംസേ വരത്തുള്ളൂ.
എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന ഒരു ബക്കറ്റ് അതിൻ്റെ അകത്ത് ഫയലുകൾ അതായത് ഒബ്ജക്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പപ്പി ഡോട്ട് പി എൻ ജി എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും. കാറ്റ്സ് 1 ഡോട്ട് ജെ പി ജി എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. മീ ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന പെറ്റ്സ് എന്ന് പറയുന്നൊരു ഫോൾഡറോ അല്ലെങ്കിൽ ഡോഗ്സ് എന്ന് പറയുന്നൊരു ഫോൾഡറോ അതിൻ്റെ അകത്ത് ഉണ്ടാവത്തില്ല. പകരം അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പി ഡോട്ട് പി എൻ ജിയുടെ കീ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൻ്റെ നെയിമുകളെ പ്രിഫിക്സ് ആക്കി വെച്ചു. എന്നിട്ട് അതായത് എവിടെയൊക്കെ സ്ലാഷ് വരുന്നുണ്ടോ അതെല്ലാമാണ് ഇവൻ്റെ പ്രിഫിക്സിൻ്റെ ഡെലിമിറ്റർ, അതായത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കീ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചു ഈ പറഞ്ഞിരിക്കുന്ന 2 ഡെലിമിറ്റർ വച്ചിട്ട് പെറ്റ്സിനെയും ഡോഗ്സിനെയും ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡർ, ഹൈറാർക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടേക്കാണ് യൂസ്ഫുള്ളായി വരുന്നത്, അതായത് ലിസ്റ്റൊക്കെ ചെയ്യേണ്ട സമയത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡോഗ്സിൻ്റെ അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യൂ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ AWS എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ലിസ്റ്റ് LS എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ അല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു അഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു പാരാമീറ്ററും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പെറ്റ്സ് സ്ലാഷ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെങ്കിൽ AWS എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പെറ്റ് സ്ലാഷ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കീ ഉള്ള സാധനങ്ങളെല്ലാം അവൻ എടുത്തുകൊണ്ട് വരും. അപ്പം ഈ ഒബ്ജക്റ്റിനെയും അവൻ എടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി എന്തായി, നമുക്ക് ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ക്വറി ചെയ്തെടുക്കുന്നത് പോലുള്ള ഒരു ഫെസിലിറ്റി അവന് കിട്ടി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് ട്രിപ്സിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അവൈലബിൾ ആവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഇവിടെ S3 API വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. S3 API വെച്ചിട്ട് S3 API എന്ന് പറയുന്ന സാധനം വെച്ചു. അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ബക്കറ്റ് നെയിം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിഫിക്സ് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ അകത്ത് നിന്ന് ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഔട്ട്പുട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഇത് APIയുടെ ഔട്ട്പുട്ട് പോലെയാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ JSON ഫോർമാറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ 2 ഒബ്ജക്റ്റുകൾ റിട്ടേൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, മോർ അടിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം വരെ പോവേ. 2 ഒബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഇത് അറേയാണ്, JSONൻ്റെ അറേയാണ്. JSON എന്ന് പറയുന്നത് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് 2 ഒബ്ജക്റ്റുകൾ, ഈ ഒരു ഒബ്ജക്റ്റും റിട്ടേൺ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് പപ്പി ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന സാധനം, കാറ്റ് ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന സാധനം അവൻ റിട്ടേൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈവൻ ദോ നമ്മളുടെ S3-ക്കകത്ത് ഇതേപോലെ നമ്മളുടെ വിൻഡോസിൻ്റെ അകത്ത് ഇരിക്കുന്നത് പോലെയുള്ള ഫോൾഡർ സ്ട്രക്ചറുകളൊന്നുമില്ല എങ്കിൽ കൂടിയും നമുക്ക് ഈ പ്രിഫിക്സ് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡുകളിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സബ് ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഐട്രേറ്റ് ചെയ്യുന്ന രീതി നമ്മൾ നോർമലി ചെയ്യുന്നതല്ലേ വിൻഡോസിലൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ സാധനത്തിൻ്റെ അകത്തും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രിഫിക്സ് ഉണ്ടായിരുന്നല്ലോ അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്സ് എന്ന് പറയുന്ന സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ട്രിപ്സിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു തരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രിപ്സ് എന്ന് പറയുന്ന സാധനം പോയി അതിൻ്റെ അകത്ത് ഉള്ള സാധനമാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വിചാരിക്കാം. അതായത് ഇതിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു എന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. പ്രിഫിക്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ട്രിപ്സ് മൺസൂൺ അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം മാത്രം വരും അല്ലേ. നേരത്തെ നമുക്ക് എന്ത് ചെയ്തു, ട്രിപ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സമ്മർ 2025 എന്ന് പറയുന്നതും ട്രിപ്സിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് അവൻ ഇവനെ ലിസ്റ്റ് ചെയ്തത്. മൺസൂൺ 2025 എന്ന് പറയുന്ന പ്രിഫിക്സും ട്രിപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അവൻ ആ ട്രിപ്സ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ചെന്നു
ഇനിയിപ്പോൾ നമുക്ക് മൺസൂൺ എന്ന് പറയുന്ന മൺസൂൺ 2025ൻ്റെ അകത്ത് മാത്രമുള്ളതാണ് വേണ്ടതെങ്കിൽ നമുക്ക് പ്രിഫിക്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അതായത് ട്രിപ്സ് സ്ലാഷ് മൺസൂൺ സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം കിട്ടും. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫിക്സുകളെ വെച്ചിട്ട് നമ്മൾ നോർമലി സബ് ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെ ഗെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് പ്രിഫിക്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ബേസിക്കലി അത് ഫോൾഡർ അല്ല, അത് കൂടുതൽ റിഫ്ലക്റ്റ് ആയി വരുന്നത് നമ്മൾ CLI പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. CLI ആയിട്ട് ഫെമിലർ ആയിട്ടിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കൺസോൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാര്യമാണ്. ആക്ച്വലി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓട്ടോമേഷൻ CLI പോലെയുള്ള ഓട്ടോമേഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ CLI ആയിട്ട് ഫെമിലർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പം ഓരോരോ സർവീസ് പഠിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മൾ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് CLI ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. ഒന്ന് ചെയ്ത് പതിയെ നമുക്കിതൊന്ന് ഫെമിലർ ആക്കി എടുക്കേണ്ട കാര്യമുണ്ട്. കോഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മെത്തേഡുകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡുകൾ നമ്മളിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിലാണല്ലോ അടിച്ചത് അല്ലേ, അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാച്ച് ഫയൽ, വിൻഡോസിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഒരു ബാച്ച് ഫയലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കോഡ് എഴുതിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ കമാൻഡുകൾ ഒറ്റയടിക്ക് ഓടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കോഡ് എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കുറേ കാര്യങ്ങളെ ഒരൊറ്റൊരു സ്ക്രിപ്റ്റ് ഓടിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നോക്കും. അപ്പം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് CLIയുടെ S3യുടെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.